വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സുബർ. ഇന്ന് ഞാൻ ഒരു ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മയോണൈസ് ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ പാലിലാണ് കേട്ടോ മയോണൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് അരക്കപ്പ് തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു വലിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ചെറുതാണെങ്കിൽ 2 വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുക്കുക. വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീരാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു അരക്കപ്പോളം സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ മയോണൈസ് കട്ടിയാവുന്ന വരെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു മയോണൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഓയിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യരുത് കേട്ടോ. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മളെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഈ ബ്രെഡ് തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ സാധാ ബ്രെഡ് ആണെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ സൈഡിലുള്ള ഒരു ബ്രൗൺ പോർഷനിൽ അതൊക്കെ ഒന്ന് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം. ഞാൻ മുഴുവനോടെയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിർബന്ധമല്ല, ഈ മുഴുവനോടെ നിങ്ങൾക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പം ഞാനിതിൽ കുറച്ച് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ടോസ്റ്ററിലാണ് കേട്ടോ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ കയ്യിൽ ഇതില്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ചിട്ട് ഒന്ന് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി നമ്മൾ ഈ ബ്രെഡിൽ ബട്ടർ സ്പ്രെഡാക്കി കൊടുക്കുന്നതിന് പകരം ഈ ടോസ്റ്ററിൽ ഒന്ന് വേണമെങ്കിൽ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഗോൾഡ് വിന്നറോ എന്തെങ്കിലും ഒന്ന് നമുക്കൊന്ന് സ്പ്രെഡാക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബ്രെഡ് ടോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിലേക്കുള്ള ആ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കുകയുള്ളൂ. എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് ഒന്നും നമ്മൾ വഴറ്റി എടുക്കുന്നില്ല കേട്ടോ, മുഴുവനോടെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കം സവോളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കന് കുറച്ച് ഉപ്പുപൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിന് വേണ്ടി ഞാനിതാ ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസൊക്കെ അല്ലേ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഫില്ലിങ് നിങ്ങൾക്ക് ഒന്ന് വഴറ്റി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഈ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ ഈ ഒരു രീതിയിൽ വഴറ്റാതൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അതിനകത്ത് ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഫില്ലിങ് ലൂസായിട്ട് വരും. ഇപ്പോൾ ഇതാ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മയോണൈസ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഒറിഗാനോ നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് എരിവ് കൂടുതലുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. നിങ്ങളൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ചിലവർക്ക് വെജിറ്റബിൾസ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. അതുപോലെ ഇതിലേക്ക് എടുക്കുന്ന വെജിറ്റബിൾസ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മുകളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മയോണൈസും കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് ആദ്യം ടോസ്റ്റ് ചെയ്തെടുക്കാതെ ഈ ഒരു ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു ബ്രെഡും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യുക. അല്ലെങ്കിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ടോസ്റ്ററിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്നുകൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടിയും ബ്രെഡൊക്കെ ഒന്ന് ക്രിസ്പി ആയിരിക്കും. അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഫില്ലിംഗ് ഒക്കെ അത്യാവശ്യം നല്ലോണം തന്നെ അതിലേക്ക് പ്രസ്സായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ.
അപ്പോൾ ഇതാ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നിങ്ങളെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു വൈറ്റ് ബ്രെഡ് നിങ്ങൾ ഉപയോഗിക്കാത്തവരാണെങ്കിൽ വീറ്റ് ബ്രെഡിലും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിയിലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ചപ്പാത്തിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് മടക്കി എടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കുട്ടികളാണ്. അപ്പം വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഈ രീതിയിലൊന്ന് ചെയ്ത് കൊടുത്തു നോക്കുക കേട്ടോ. എന്തായാലും അവർ മുഴുവനും കഴിക്കുക. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.